ഇന്ന് ധനുമാസത്തെ തിരുവാതിര. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കുളിച്ച് തിരുവാതിര വ്രതം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയറിൽ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്തത് ഡോക്ടർ ഷെത്തിൻ്റെ കോജിക് ആസിഡ് ആട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ദെൻ നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വാസലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ മസ്റ്റാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സീസണാണെങ്കിലും നമുക്ക് സ്കിൻ കെയർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഓക്കെ, നമ്മളൊന്ന് കണ്ണെഴുതി കൊടുത്തു. തിരുവാതിര ആയതുകൊണ്ട് ഞാൻ കയ്യിൽ കൺമഷി എടുത്ത് എഴുതുന്നത് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ കാജൽ വെച്ചാണ് അപ്ലൈ ചെയ്യാറ്. തിരുവാതിര ആയതുകൊണ്ട് കൈകൊണ്ട് എഴുതാം എന്ന് കരുതി അങ്ങനെ കൈകൊണ്ട് എഴുതിയതാണ്. പിന്നെ ഒരു പൊട്ടുകുത്തി കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തിടുന്നേ. ഇന്ന് പിന്നെ സിന്ദൂരം തൊടുമ്പോൾ നമ്മൾ പാർവതി ദേവീനെ വിചാരിച്ചിട്ട് വേണം തൊടാൻ എന്നാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, ദെൻ ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ്, ഫസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് കറക്റ്റ് കളറ് വന്നത് കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന 2 കളേഴ്സാണ്. ഡെയിലി ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്താണ് ഇടാറ്. അപ്പോഴാണ് എനിക്കൊരു കറക്റ്റൊരു കളർ വരാറുള്ളൂ. ഓക്കെ, ദെൻ നമ്മളിന്ന് ചന്ദനം വെച്ചിട്ട് ചന്ദ്രക്കല തൊടണം എന്നാണ് തിരുവാതിരയ്ക്ക്, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ചന്ദ്രക്കല തൊട്ട് കൊടുത്തു. പിന്നെ കമ്മലിട്ടു, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഉള്ളൂ. പിന്നെ ചന്ദ്രക്കല ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ദെൻ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് തോർത്തിയിട്ട് ഒന്ന് ചീവിയിട്ടു. വേറെ പുറത്തൊന്നും പോകാനില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നിറകെ ഒരു വകച്ചിലിട്ട് മുടി ഒന്ന് ചീവി കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ തിരുവാതിര നോമ്പ് എടുക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പണ്ട് തുടങ്ങിയേ നോക്കാറുണ്ട്. അപ്പോൾ അമ്മ തലേ ദിവസം തന്നെ പറയും, തിരുവാതിര ആവാറാകുമ്പോൾ തന്നെ പറയും. അങ്ങനെയാണ്. അപ്പോഴേക്കും വേറെ ആരോ വിളിച്ചു. പിന്നെ അവർ ആരോ വിളിച്ചപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ അതിന് ശേഷം പറയാണ്. ദെൻ കരിക്കും വെള്ളം കുടിച്ചിട്ട് വേണം നമ്മുടെ തിരുവാതിര നോമ്പ് തുടങ്ങാനായിട്ട്. അപ്പോൾ സച്ചേട്ടൻ രാവിലെ തന്നെ കരിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാനുള്ള പരിപാടീസാണ്. കരിക്കും വെള്ളം കുടിച്ചിട്ട് വേണം തുടങ്ങാനെന്ന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂവ കുറുക്കാണ് ഉണ്ടാക്കിയത്. കൂവ കുറുക്കും ഈ തിരുവാതിരയ്ക്ക് എല്ലാവരും കഴിക്കുന്ന ഒന്നാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. 5 മിനിറ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ജസ്റ്റ് ശർക്കര ഒന്ന് കുറുക്കുക, അതിലേക്ക് കൂവ ഇടാം, കൂവപ്പൊടി ഇടാം. പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂവക്കുറുക്ക് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂവക്കുറുക്ക്.